ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു പ്രാൻഡൻസ് റിവ്യൂ. ഇന്ന് റിവ്യൂ പറയുന്നത് അധികം പ്രൊമോഷൻസിൻ്റെയോ പോസ്റ്ററുകളുടെയോ ആർഭാടമില്ലാതെ തിയേറ്ററിൽ ഇന്ന് റിലീസായ ചിത്രമാണ് നേര്. മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന അടുത്തൊരു നല്ല സിനിമ. നല്ല സിനിമ എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ നെഗറ്റീവായി പറയാൻ ഒന്നുമില്ലാതെ എല്ലാവർക്കും സംതൃപ്തിയോടെ കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമയായി തോന്നിയതുകൊണ്ടാണ്. ചിത്രത്തിൻ്റെ സംവിധാനം നേരത്തെ പറഞ്ഞ പോലെ ജീത്തു ജോസഫാണ്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജീത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ്. പിന്നെ മോഹൻലാലിന് കൂടാതെ അനശ്വര രാജൻ, പ്രിയാമണി, ജഗദീഷ്, സിദ്ദിഖ് എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്ന സാറ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടി ഒരു സിറ്റുവേഷനിൽ ബലാത്സംഗത്തിനിരയാവുന്നതും പിന്നീട് അവൾ നീതിക്ക് വേണ്ടി പോരാടുന്നതുമൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. നേര് എന്ന ചിത്രത്തിൻ്റെ ടാഗ് ലൈനിൽ പറയുന്ന പോലെ സീക്കിംഗ് ഫോർ ജസ്റ്റിസ്, അതെ, നീതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ജേണി തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ സാറയെ സഹായിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി വിജയമോഹൻ, അതായത് ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രം എത്തുന്നതും ഓപ്പോസിറ്റ് വക്കീലായി സിദ്ദിഖിൻ്റെ കഥാപാത്രം എത്തുന്നു. പിന്നെ അവരുടെ വാദങ്ങളും സത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങളും അവസാനം ഒരു ഇമോഷണൽ ക്ലൈമാക്സുമാണ് സിനിമയ്ക്കുള്ളത്. ജീത്തു ജോസഫ് സിനിമയായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കുറേ ട്വിസ്റ്റുകളും വഴിത്തിരിവുകളും ഒക്കെ സിനിമയിലുണ്ട്. കറക്റ്റ് ഒരു ഓർഡറിലാണ് സിനിമ പോകുന്നത്. തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ശാന്തി മായാദേവി ശരിക്കൊരു വക്കീലായതുകൊണ്ടാവും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നിയമങ്ങളുടെ ഡീറ്റെയിൽസ് വരെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ തെളിയിക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ ബ്ലൈൻഡും കൂടിയായ ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം നീതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെ സിനിമയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്തായി സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വന്ന എല്ലാവരും കിട്ടിയ റോൾ വളരെ മനോഹരമായി ചെയ്തു എന്ന് പറയാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഓഫ് കോഴ്സ് ഒന്ന് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടന് തന്നെയാണ്. രണ്ട് അനശ്വര രാജൻ. ആദ്യം അനശ്വര രാജൻ്റെ കഥാപാത്രത്തിലേക്ക് വരാം. ബ്ലൈൻഡ് ആയിട്ടുള്ള സാറ എന്ന കുട്ടിയുടെ കഥാപാത്രമാണ് അനശ്വര സിനിമയിൽ ചെയ്യുന്നത്. അനശ്വരയെ സംബന്ധിച്ച് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. പക്ഷേ അതിൽ കൂടുതൽ ചലഞ്ചിങ് ആക്കുന്നത് ബ്ലൈൻഡാണ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡെഫായിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അനശ്വര ഈ ഒരു കഥാപാത്രം ഇവിടെ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ മുഴുനീളമുള്ളൊരു കഥാപാത്രമല്ല അനശ്വരയുടേത്. പക്ഷേ ഉള്ള സീനിൽ ഷീ ഡിഡ് ഹെർ ലെവൽ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും, പ്രത്യേകിച്ച് അവസാനത്തെ ക്ലൈമാക്സ് സീനിലൊക്കെ. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. ശരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മോഹൻലാൽ എന്ന നടനെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ഓരോ ഡയലോഗും തിയേറ്ററുകളിൽ കയ്യടി ഉണ്ടാക്കിയിരുന്നു. കയ്യടി ഉണ്ടാക്കേണ്ട ഒരുപാട് ഡയലോഗ്സും ആ സിനിമയിലുണ്ടായിരുന്നു. കൊമേഴ്ഷ്യലി ഹിറ്റടിക്കാൻ വേണ്ടിയുള്ള ഡയലോഗുകളല്ല, മറിച്ച് ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന വിധത്തിലുള്ള കുറേ ഡയലോഗുകൾ. അതിനൊന്നും മനസ്സുകൊണ്ടെങ്കിലും നമ്മളാരും കൈയടിക്കാതിരിക്കില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ഡയലോഗ്സിനേക്കാൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനാണ് കൂടുതൽ കയ്യടി നൽകേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കോടതി സീനിൽ ഒരു തന്ത്രപരമായ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഒരു ചിരി, അദ്ദേഹത്തിനെ കളിയാക്കുമ്പോൾ മുഖത്ത് വരുന്ന മറ്റൊരു ഭാവം, എല്ലാറ്റിനും ഉപരി ക്ലൈമാക്സ് സീനിലെ ഇമോഷണൽ സീനിൽ ശരിക്കും നമ്മളെ കൂടി കരയിക്കുകയാണ് ലാലേട്ടൻ. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന നടൻ്റെ കയ്യിൽ വിജയ് മോഹൻ എന്ന വക്കീൽ കഥാപാത്രം 100% സേഫും പെർഫെക്റ്റുമായിരുന്നു എന്ന് പറയാം. പിന്നെ സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിന് ക്ലൈമാക്സിൽ വരുന്ന ഒരു സീനുണ്ട്, അതും അദ്ദേഹം വളരെ നന്നായി ചെയ്തു എന്ന് തന്നെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ സൊസൈറ്റിയോട് വളരെ റെലവൻ്റായ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മുടെ സൊസൈറ്റിയുടെയും നിയമവ്യവസ്ഥിതിയുടെയും ഒക്കെ അവസ്ഥ വരച്ചു കാട്ടുന്ന, ഒട്ടും ലാഗില്ലാതെ കാണാവുന്ന ഒരു നല്ല ചിത്രമാണ് നേര്. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം.